നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. അശ്വതി നക്ഷത്രക്കാരുടെ പുതിയൊരു മാസം, അതായത് 2026 ഏപ്രിൽ 1 മുതൽ 14 വരെ, വിഷുവിന് മുമ്പ് ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഇത് ജ്യോതിഷപ്രകാരമുള്ള ഒരു ഫലമാണ്, സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ഫലമാണ്, പൊതുവായിട്ടുള്ള ഫലമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വളരെ ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കാര്യം പറയുകയാണ്. അശ്വതി നക്ഷത്രക്കാര് ഈ ഏപ്രിൽ 2-ാം തീയതി വ്യാഴാഴ്ച ദിവസം പൗർണമി ദിവസമാണ്. അന്നേ ദിവസം വ്രതമെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമായേക്കാവുന്ന ഒരു വ്രതമാണ്. ഈ വ്രതം എടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ കഴിയില്ലെങ്കിൽ വ്രതം എടുക്കണ്ട. കാരണം വ്രതം എടുത്തുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ശാരീരികമായിട്ട് വ്രതമെടുക്കാൻ കഴിയുന്നതാണ്. ചില ആളുകൾക്ക് അസുഖമൊക്കെ ഉണ്ടാവും. അവര് കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട്, നോൺ വെജ് ഒന്നും ഉപയോഗിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വ്രതമെടുക്കാവുന്നതാണ്. ഇത് ശാരീരിക വ്രതത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടും വ്രതമെടുക്കാവുന്നതാണ്. ഒരു നേരം ആക്കിക്കൊണ്ടും വ്രതമെടുക്കാവുന്നതാണ്. അന്നേ ദിവസം സൂര്യ ഉദയം മുതൽ അസ്തമനം വരെയുള്ള സമയത്ത് ഒന്നും ജലപാനം പോലും നടത്താതെ വ്രതമെടുക്കാവുന്നതുമാണ് ശാരീരികമായിട്ട്. ഇത് ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്നാൽ മാനസികമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നിങ്ങൾ ഏത് മതത്തിലാണോ, ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ആ മതത്തിലും ദൈവത്തിലും പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആ ദൈവത്തിന്റെ നാമങ്ങൾ ഉരുവിടുക, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉരുവിട്ട് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളോ, നമ്മളെക്കുറിച്ചുള്ള ചിന്തകളോ, നമ്മളുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചിന്തകളോ ഒന്നുമില്ലാതെ അന്ന് സർവവും നിങ്ങളുടെ മനസ്സ് ദൈവത്തിൽ അർപ്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഈ വ്രതം എടുക്കുക. അങ്ങനെയുള്ള വ്രതങ്ങൾക്ക് മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ. നിങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ടോ നോൺ വെജ് കഴിക്കാതിരുന്നത് കൊണ്ടോ വ്രതം പൂർണ്ണമാവില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉണരുന്ന സമയത്ത് അശ്വതി നക്ഷത്രത്തിന്റെ ബീജമന്ത്രം 7 തവണയെങ്കിലും ചെറിയൊരു ശബ്ദത്തിൽ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അന്നേ ദിവസം നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ആദ്യ ശബ്ദം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. എല്ലാ ദിവസവും ഇത് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് പൊതുവായിട്ടുള്ള ഒരു അറിവിലേക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ്. ഈ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണ്. അസുഖങ്ങളൊക്കെ ഉള്ള ചെറിയ കുട്ടികളുണ്ട്, അവർക്കൊക്കെ അത് ആശ്വാസം ഉണ്ടാകുന്ന ഒരു സമയമാണ്. എല്ലാം കൊണ്ടും ഇവർക്ക് നല്ലൊരു സമയമാണ്. മാതാപിതാക്കളുടെ ചെറിയൊരു ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. അത്രയുമേ ഉള്ളൂ. ഈ ചെറിയ കുട്ടികളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാർത്ഥികളുടെ നിലയും ഭദ്രമാണ്. വളരെയധികം നല്ലൊരു സമയമാണ്. എന്ത് കോഴ്സിന് ചേരുന്നു അതിന് മുന്നോട്ട് പോവുക. തടസ്സങ്ങളൊന്നും വിദ്യാഭ്യാസത്തിൽ കാണുന്നില്ല. ഏത് വിദ്യയും അഭ്യസിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും സാമ്പത്തികപരമായിട്ട് നേട്ടമുണ്ടാകുന്ന സമയമാണ് ഏപ്രിൽ 1 മുതൽ 5 വരെ. നിങ്ങൾ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഇടപാടുകളൊക്കെ നടത്തുവാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വേണ്ടുവോളം നിങ്ങൾക്കുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ക്രയവിക്രയങ്ങളും നടത്താൻ പറ്റിയൊരു സമയമാണ്. അതുപോലെ തന്നെ പുതിയ ഭവനം വാങ്ങുക, ബിസിനസ് തുടങ്ങുക, അങ്ങനെ എന്തും നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ ഏപ്രിൽ 1-ാം തീയതിക്കും 14-ാം തീയതിക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് വിവാഹമൊന്നും ആയിട്ടില്ലെങ്കിൽ ഈ വിവാഹ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയൊക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ അകപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ചില നല്ല മനസ്സിന് ഉടമകളെ നിങ്ങൾ പരിചയപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഈ നല്ല മനസ്സിനുള്ള ഉടമകൾ മൂലം നിങ്ങളുടെ ജീവിത രീതി ഒന്ന് മാറുന്നതാണ്. ജീവിതത്തിലെ ഒരു താളം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഇതുവരെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു രൂപം നിങ്ങൾക്കില്ലായിരുന്നു. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ എല്ലാം ഒരു അടുക്കും ചിട്ടയുമില്ലാതെ ഒന്ന് പോകുന്ന രീതിയിലായിരുന്നു. പക്ഷെ എന്നാൽ അതെല്ലാം മാറുന്ന ഒരു സമയമാണ്. പിഴവുകളെല്ലാം മാറുന്നതാണ്.
നിങ്ങൾക്ക് ഏപ്രിൽ 8-നും 12-നും ഇടയ്ക്ക് ഭാഗ്യ സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതായത് നനച്ചിരിക്കാതെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത ഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാം സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുക. ജോലിയിലൊക്കെ നല്ല മാറ്റമുണ്ടാകും. ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടുവാനും സർക്കാർ ജോലിക്കൊക്കെ അപേക്ഷിക്കുവാനും ഒക്കെ പറ്റിയൊരു സമയമാണ്. ജോലി മാറ്റത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ കൂടുതൽ ഊഷ്മളമാകും. പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുന്നതാണ്. ഇതുമൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഗൃഹാന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. വളരെയധികം സന്തോഷത്തോടെ പോകുന്ന ഒരു സമയമാണ്. അസുഖങ്ങളൊക്കെ ബാധിച്ചിരിക്കുന്നവർക്ക് അതിലെല്ലാം ഒരു ശമനമുണ്ടാവും. മനസ്സിനൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ നമ്മൾ മേൽ പറഞ്ഞ 2 കാര്യങ്ങൾ വ്രതമെടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ ആ പ്രാർത്ഥന, അതുപോലെ തന്നെ ബീജമന്ത്രം, ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ബീജമന്ത്രം നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ബീജമന്ത്രം ജപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ എന്നും പുലർക്കാരെ സൂര്യഭഗവാനെ വന്ദിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി എല്ലാം ഒന്ന് തയ്യാറെടുത്ത് മുന്നോട്ട് പോവുക. എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.